നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൂൺ പാദത്തിൽ സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി വർദ്ധിച്ചു. കാരണമായത് ഉയർന്ന മൂലധന നിക്ഷേപം. കയറ്റുമതി മേഖലയ്ക്കായി 2250 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതി. US താരിഫ് ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിനാണ് നീക്കം. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരും. കരാർ ഒമാൻ മന്ത്രിസഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യൻ മൂലധന വിപണി വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ പ്രാപ്യമാക്കാൻ സെബി സ്വാഗത് FI എന്ന പേരിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരും. IPO വിപണിയിൽ മുന്നേറ്റം. 8 മാസത്തെ ഉയർച്ചയിൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ പ്രാരംഭ ഓഹരി വിൽപ്പന. വാർത്തകൾ വിശദമായി. ജൂൺ പാദത്തിൽ സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി വർദ്ധിച്ചു. കാരണമായത് ഉയർന്ന മൂലധന നിക്ഷേപം. ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്താവുമെന്നും പരാമർശം. 24 സംസ്ഥാനങ്ങളുടെ സംയോജിത ധനക്കമ്മിയെക്കുറിച്ചാണ് ICICI ബാങ്കിന്റെ ഗ്ലോബൽ മാർക്കറ്റ്സ് റിപ്പോർട്ടിൽ പറയുന്നത്. ജൂൺ പാദത്തിൽ സംയോജിത ധനക്കമ്മി GDPയുടെ 1.8%, അതായത് 1.5 ട്രില്യൺ രൂപ. സംസ്ഥാനങ്ങളുടെ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 6.5% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. നികുതി വരുമാനത്തിലെ വർധനയാണ് വരുമാന മുന്നേറ്റത്തിന് കാരണമായത്. അതിനാൽ തന്നെ സംസ്ഥാനങ്ങളുടെ മൂലധന നീക്കിയിരിപ്പ് ശക്തമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. മിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളും നികുതികളിലൂടെ കൂടുതൽ വരുമാനം നേടിയിട്ടുണ്ട്. സംസ്ഥാന GST സമാഹരണത്തിന്റെ വാർഷിക വളർച്ച 11.4%. കൂടാതെ ദൈനംദിന ചെലവുകൾ നിയന്ത്രണത്തിലാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കയറ്റുമതി മേഖലയ്ക്കായി 2250 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതി. US താരിഫ് ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിനാണ് നീക്കം. ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുക, പുതിയ വിപണികളും വിതരണ ശൃംഖലകളും കണ്ടെത്തുക എന്നിവയ്ക്ക് കയറ്റുമതി മേഖലയെ പിന്തുണയ്ക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. മേഖലയ്ക്ക് വേഗത്തിൽ വായ്പ ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. MSMEകളെ പിന്തുണയ്ക്കാനും തുക വിനിയോഗിക്കും. താരിഫ് തിരിച്ചടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കയറ്റുമതി മേഖല പ്രതിനിധികളുമായി സംസാരിച്ചു വരികയാണെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം കയറ്റുമതിക്ക് ഇനി നേരിട്ടുള്ള സബ്സിഡിയില്ലെന്ന് നേരത്തെ തന്നെ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾ ഇത്തരത്തിലുള്ള സബ്സിഡികൾക്ക് നിയന്ത്രണം കൊണ്ടുവന്ന പശ്ചാത്തലത്തിലാണിത്. താരിഫ് ആഘാതം കാര്യമായി ബാധിക്കുക തുണിത്തരങ്ങൾ, തുകൽ, രാസവസ്തുക്കൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ചെമ്മീൻ എന്നിവയെയാണ്. 34,000 കോടി വാർഷിക നഷ്ടമാണ് ഈ മേഖലയിൽ മാത്രം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരും. കരാർ ഒമാൻ മന്ത്രിസഭയിൽ അവതരിപ്പിക്കും. ഉഭയകക്ഷി വ്യാപാരത്തിൽ വൻ കുതിച്ചുചാട്ടത്തിന് സാധ്യത. കരാർ ഒമാനി മന്ത്രിസഭയിൽ അവതരിപ്പിക്കാൻ അറബിയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരാർ ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രഖ്യാപിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും. 2024-25 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $10 ബില്യൺ കടന്നിരുന്നു. ഒമാനിൽ 6000-ൽ പരം ഇന്ത്യ ഒമാൻ സംയുക്ത നിക്ഷേപമാണ് നിലവിലുള്ളത്. $7.5 കോടി മൂല്യം വരുമിത്. സുഹാർ, സലാല ഫ്രീ സോണുകളിൽ ഏറ്റവും ഉയർന്ന നിക്ഷേപമുള്ളതും ഇന്ത്യൻ കമ്പനികൾക്കാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. കരാർ വരുന്നതോടെ ഇന്ത്യയിൽ നിന്ന് മോട്ടോർ, ഗ്യാസോലിൻ, ഇരുമ്പുരുക്ക് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, മെഷീനറി, തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക്, എല്ലില്ലാത്ത മാംസം, അവശ്യ എണ്ണകൾ, മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. GCC രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 3ാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് ഒമാൻ. ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി പെട്രോളിയം ഉൽപ്പന്നങ്ങളും യൂറിയയുമാണ്. ഇറക്കുമതിയുടെ 70%-ലധികവും ഇവയാണ്. മറ്റ് പ്രധാന ഉൽപ്പന്നങ്ങൾ പ്രോപ്പിലിൻ, എഥിലീൻ പോളിമറുകൾ, പെറ്റ്കോക്ക്, ജിപ്സം, കെമിക്കൽസ്, ഇരുമ്പ്, സ്റ്റീൽ എന്നിവയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ മൂലധന വിപണി വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ പ്രാപ്യമാക്കാൻ സെബി സ്വാഗത് FI എന്ന പേരിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരും.
വിശ്വസനീയരായ വിദേശ നിക്ഷേപകർക്കായാണ് സെബി ഏകജാല ഗേറ്റ്വേ സംവിധാനം കൊണ്ടുവരുന്നത്. വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുക, നിക്ഷേപ ചട്ടങ്ങളിൽ ഇളവ് വരുത്തുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. വസ്തുനിഷ്ഠമായി പരിശോധിച്ചുറപ്പിച്ച വിദേശ നിക്ഷേപകരുടെ ഒരു പ്രത്യേക ഗ്രൂപ്പിന് ഇന്ത്യയുടെ മൂലധന വിപണികൾ കൂടുതൽ പ്രാപ്യമാക്കുക എന്നതാണ് സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നതും. സ്വാഗത് വരുന്നതോടെ പേപ്പർ വർക്കുകൾ, ചെലവ് എന്നിവ കുറയും. കൂടാതെ നിക്ഷേപകർക്ക് ഓപ്ഷണലായി FBI, FCI അല്ലെങ്കിൽ ഇതര നിക്ഷേപ മാർഗങ്ങൾ തുടങ്ങി എല്ലാ നിക്ഷേപങ്ങളും ഒരൊറ്റ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ കഴിയും. ഇത് ഇടപാടിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് സെബി വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. IPO വിപണിയിൽ മുന്നേറ്റം. 8 മാസത്തെ ഉയർച്ചയിൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ പ്രാരംഭ ഓഹരി വിൽപ്പന. ജൂണിലെ NSE മാർക്കറ്റ് പൾസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വ്യാവസായിക മേഖലയിലെ 13 കമ്പനികളിലാണ് വിപണി പ്രവേശനം നേടിയത്. സമാഹരിച്ചതാവട്ടെ 2176 കോടി രൂപയും. ഉപഭോക്തൃ വിഭാഗത്തിൽ 8 കമ്പനികൾ 9033 കോടി രൂപയും സമാഹരിച്ചു. കഴിഞ്ഞ 2 വർഷമായി ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് നിക്ഷേപകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതോടെ നിരവധി കമ്പനികളാണ് വിപണിയിലേക്കെത്തുന്നത്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ SME IPO വിപണിയുടെ വളർച്ച 5000%. റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം വലിയ തോതിൽ ഉയർന്നതാണ് ചെറുകിട കമ്പനികളിലെ നിക്ഷേപത്തിൽ വളർച്ചയുണ്ടാക്കിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 75,560 രൂപയും ഗ്രാമിന് 9,445 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 7,755 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. വെള്ളിവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 125 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ പാദത്തിൽ സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി വർദ്ധിച്ചു. കാരണമായത് ഉയർന്ന മൂലധന നിക്ഷേപം. കയറ്റുമതി മേഖലയ്ക്കായി 2250 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതി. US താരിഫ് ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് നീക്കം. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരും. കരാർ ഒമാൻ മന്ത്രിസഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യൻ മൂലധന വിപണി വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ പ്രാപ്യമാക്കാൻ സെബി സ്വാഗത് FI എന്ന പേരിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരും. IPO വിപണിയിൽ മുന്നേറ്റം. 8 മാസത്തെ ഉയർച്ചയിൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ പ്രാരംഭ ഓഹരി വിൽപ്പന. ഇതോടെ ഇന്നത്തെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.